അനുബന്ധിച്ച് നടക്കുന്ന ഈ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ വെരി അൺഫോർച്ചുനേറ്റ് ആണ്. അപ്പം കോർപ്പറേഷനായിട്ട് ഞങ്ങൾക്ക് കോർപ്പറേഷൻ അനുവദിച്ച ഓക്യുപ്പൻസിയിൽ നിന്ന് ആ ഓക്യുപ്പൻസി ഫെസിലിറ്റിയിൽ നിന്ന് കുറച്ചധികം ഞങ്ങൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ആ കൺസ്ട്രക്ട് ചെയ്തതിന് റെഗുലറൈസ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഞങ്ങൾ കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് റെഗുലറൈസേഷൻ ആപ്ലിക്കേഷൻ മന്ത്രിതല അദാലത്തിൽ ഞങ്ങൾക്ക് അപ്രൂവൽ തന്നു. അതിൻ്റെ ഭാഗമായി ബാക്കിയുള്ള എല്ലാ റെഗുലറൈസേഷൻ പ്രൊസീജിയേഴ്സും ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി എല്ലാ ഇപ്പം നിൽക്കുന്ന എല്ലാ തടസ്സങ്ങൾക്കും ഞങ്ങൾക്ക് ഹൈക്കോടതി വിധി സപ്പോർട്ട് ഉണ്ട്. ഇനി വരുന്ന ബാക്കിയെല്ലാം ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ബാക്കി എല്ലാ അപ്രൂവൽസും ക്ലിയർ ആകും. ഞങ്ങൾ ഹൈക്കോടതി ചാലഞ്ച് ചെയ്തിട്ടാണ് ഇപ്പം ഹൈക്കോടതി ഡയറക്ഷൻ കൊടുത്തത്. ഞങ്ങൾക്ക് ഓക്യുപ്പൻസി ഉള്ളത് 72,000 സ്ക്വയർ ഫീറ്റിന്റെ ഓക്യുപ്പൻസി ലെവൽ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ബിൽഡിംഗ് ടാക്സ് അടച്ചു വരുന്നതാണ്. കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയർ, അത് കഴിഞ്ഞ മാർച്ച് 31 ഞങ്ങൾ അതിന്റെ ടാക്സ്, അതായത് ബിൽഡിംഗ് ടാക്സ് അടച്ചു വന്നതാണ്. അതിനുശേഷമാണ് ഞങ്ങൾ ട്രേഡ് ലൈസൻസിന് അപ്ലൈ ചെയ്ത സമയത്ത് ഇങ്ങനെ ഒരു വിഷയത്തിൽ, അതായത് അഡീഷണൽ കൺസ്ട്രക്ഷൻ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ട്രേഡ് ലൈസൻസ് ഇപ്പം അപ്രൂവ് തരാൻ പറ്റില്ല എന്ന് കോഴിക്കോട് കോർപ്പറേഷൻ ഞങ്ങൾക്ക്, അതായത് സ്റ്റോപ്പ് നോട്ടീസ് തന്ന സമയത്ത് ഞങ്ങൾ ആ സമയത്ത് പോയിട്ടുണ്ട്. കഴിഞ്ഞ 2023 സെപ്റ്റംബറിൽ ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയിട്ട് ഈ സ്റ്റോപ്പ് നോട്ടീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് സ്റ്റേ ഓർഡർ മേടിച്ചതാണ്. അതിനുശേഷമാണ് മന്ത്രിന്റെ അദാലത്തിൽ ഞങ്ങൾ അപ്രൂവൽ എടുത്തത്. നിലവിൽ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെയുള്ള ഈ കൺസ്ട്രക്ഷൻ അത്രയും നിങ്ങൾ എത്രയാണോ ഓക്യുപ്പൈ ചെയ്യുന്നത് അതിന് പൂർണ്ണമായി ലൈസൻസ് ഉണ്ടെന്നുള്ള ക്ലെയിമാണ് നിങ്ങൾക്ക് ഉള്ളത്? അതെ, ഇപ്പം ഓക്യുപ്പൈഡ് ആയിട്ടുള്ള ഞങ്ങൾ കൺസ്ട്രക്ട് ചെയ്ത എല്ലാ ഏരിയക്കും റെഗുലറൈസ് ചെയ്ത ആപ്ലിക്കേഷൻ കോഴിക്കോട് കോർപ്പറേഷനിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി അപ്രൂവൽ സൈഡിനുള്ള എല്ലാ റെഗുലറൈസേഷനും ആയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ തണ്ണീർത്തടം നികത്തലുമായി ബന്ധപ്പെട്ട ചില അന്വേഷണവും പരിശോധനയും കളക്ടർ വരുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട്? 74-1 എന്ന് പറഞ്ഞ സർവേ നമ്പറിലാണ് കോഴിക്കോട് ടൗൺ പ്ലാനിംഗ് വിഭാഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇപ്പം ലാസ്റ്റ് ഒരു ഇവന്റ് നടക്കുന്ന സമയത്ത് 74-1 എന്ന് പറഞ്ഞ സർവേ നമ്പറിലാണ് ഈ തണ്ണീർത്തടം ഉണ്ടെന്ന് സ്റ്റോപ്പ് നോട്ടീസ് തന്നത്. അതിന്റെ ഭാഗമായി തഹസിൽദാരും അതിനോടനുബന്ധിച്ച് ടൗൺ പ്ലാനിംഗ് സർവേയറും പ്ലസ് ഇവിടുത്തെ വേങ്ങര വില്ലേജ് ഓഫീസറും കൂടിയിട്ടുള്ള ഒരു സമിതി വന്ന് പരിശോധിച്ചതിന്റെ ശേഷം, അതായത് 6/2/2025 ഞങ്ങൾക്ക് തന്ന കൈവശാവകാശ സർട്ടിഫിക്കറ്റും പ്ലസ് ബേസിക് ടാക്സ് രജിസ്റ്റർ, അതായത് നമ്മളിപ്പോ ഒരു ലാൻഡിന്റെ ടൈപ്പ് എന്താന്ന് പറയാം, നിങ്ങൾക്ക് അറിയാൻ മതിയോ? ഒരു ലാൻഡിന്റെ ടൈപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബേസിക് ടാക്സ് രജിസ്റ്ററിലാണ്. അതില് ഓക്യുപ്പൈഡ് ഡ്രൈ ലാൻഡ് എന്നുള്ളതാണ് ഞങ്ങളെ ലാൻഡ്. അത് എന്തുകൊണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ അങ്ങനെ തന്നു എന്നുള്ളത് മേ ബി എന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ബേസിക് ടാക്സ് രജിസ്റ്ററിലും കൈവശാവകാശ സർട്ടിഫിക്കറ്റിലും ഞങ്ങളുടെ ലാൻഡ് കൺസ്ട്രക്റ്റബിൾ ലാൻഡ് ആണ്, ഓക്യുപ്പൈഡ് ഡ്രൈ ലാൻഡ് ആണ്.